ഹലോ സുഹൃത്തുക്കളെ, വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഇവിടെ പുല്ലൊക്കെ മണ്ണ് ചെത്തി ഒരുക്കി, മുമ്പുണ്ടായിരുന്ന മെക്സിക്കൻ ഗ്രാസ് ചെത്തി നമുക്ക് പേൾ ഗ്രാസ് വെക്കാനുള്ള ഒരു പ്ലാനിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ മണ്ണുത്തിയിലൊന്ന് പോയി. മണ്ണുത്തിയിൽ പോയിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പാടത്ത് തന്നെ വളർത്തുന്ന പേൾ ഗ്രാസ് കണ്ടിട്ട് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം ഓവറായിട്ട് ലീഫ് വരുന്ന ടൈപ്പ് വെറൈറ്റി ഒന്നുമല്ല, ചെറുതായിട്ട് തന്നെയാണ് ആ നിലത്ത് പതിഞ്ഞു കിടന്ന് വളരുകയാണ് ചെയ്യുന്നത്. പക്ഷെ കുറച്ചൊരു എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു വയലറ്റ് കളർ ഇതിന് ചില ഭാഗങ്ങളിൽ വരുന്നുണ്ട്. അതൊരു പക്ഷേ വെയിലിൻ്റെ ആയിരിക്കാം, നമുക്ക് നോക്കാം. അത് വളർന്നു വരുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ കുഴപ്പമില്ല, ഇവിടെ കൊണ്ടുവന്ന് വളർന്നു വരുമ്പോൾ അത് ക്ലിയർ ആവും എന്നാണ് പറയണത്. നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഇന്നലെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു മണ്ണ് ചെത്തി നിർത്തിയേക്കണത്. അതിനുശേഷം ഞാൻ വേപ്പിൻ പിണ്ണാക്കും പിന്നെ വേപ്പെണ്ണ പിണ്ണാക്കും ഒരു എല്ലുപൊടി രണ്ടും ഓരോ കിലോ ആണ് വാങ്ങിച്ചത്. 250 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ഏരിയ. അപ്പോൾ ഓരോ കിലോ വെച്ച് അതൊന്ന് ഞാൻ വെതറി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുത്ത് വെതറി കൊടുത്ത് അതിന് മേലെ നമ്മൾ പുല്ല് ഇങ്ങനെ ബൾക്കായിട്ട് കാർപ്പറ്റ് മോഡലിൽ നമ്മൾ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഓരോന്നോരോന്നായിട്ട് നട്ടു വളർത്തുന്ന ഒരു പരിപാടി ഉണ്ട്. പക്ഷെ അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് അതിന് മാത്രം ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മളിത് ചെയ്യുക. ഇത് നമ്മൾ സ്ക്വയർ ഫീറ്റിന് 17 രൂപയായിട്ടാണ് അവർ നമുക്ക് തരുന്നത്. 18 പറഞ്ഞു. അവസാനം അയാൾ 17 വരെ കുറയ്ക്കാൻ തയ്യാറായുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അവരുടെ ലേബർ കോസ്റ്റും അവിടെ വരുന്ന ചിലവുകളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് ചോദിക്കാൻ നമുക്ക് തോന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ ഏതായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് 40 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ വണ്ടിയുടെ വാടക എന്തായാലും കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് പേൾ ഗ്രാസും കൂടെ അഡീഷണൽ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് പേൾ ഗ്രാസ് ചെയ്യാനുണ്ട്. അപ്പൊ അത് നമുക്ക് പരമാവധി സ്പ്രെഡ് ചെയ്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ കുറച്ച് ഗ്രാസ് ഇതാ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ കുറച്ച് മണ്ണടിച്ച് സ്വല്പം ഒന്ന് പൊന്തിക്കണം എനിക്ക്. അപ്പൊ മണ്ണടിക്കണ ഇന്ന് വരാന്നുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡും കൂടി നമുക്ക് ഇച്ചിരി സ്പ്രെഡ് ചെയ്ത് വെച്ച് ഈ സാധനം വെക്കണം. അപ്പൊ ഇതിപ്പോ ഒരു കാര്യം മനസ്സിലായത്, ഈ മെക്സിക്കൻ ഗ്രാസിന്റെ അത്ര ലുക്കൊന്നും പേൾ ഗ്രാസിന് ഇല്ല. അതൊരു വാസ്തവമാണ്. ഇനീഷ്യലി കാണുമ്പോൾ കാര്യം മെക്സിക്കൻ ഗ്രാസ് വെക്കുമ്പോൾ അതിനൊരു ഇളം പച്ച കളറാണ്. അത് നമുക്ക് വളരെ ഭംഗി തോന്നുന്ന കളർ. ഇത് ഇച്ചിരി ഡാർക്ക് പച്ചയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മെക്സിക്കൻ ഗ്രാസിന്റെ ആ ഒരു കളർ ഭംഗി എനിക്ക് തോന്നുന്നില്ല. എന്ത് തന്നെയായാലും മെയിൻ്റനൻസ് കുറവും മറ്റ് അഡ്വാൻറ്റേജുകളും തണലുണ്ടെങ്കിലും വളരും എന്നുള്ള കുറെ പോസിറ്റീവ് ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പേൾ ഗ്രാസ് എടുത്ത് നോക്കണേ. നമുക്ക് നോക്കാം. നമ്മൾ ഇതിന്റെ ഒരു വളർച്ച ഒരു 6 മന്ത്സിന്റെ ഉള്ളിൽ നമുക്ക് ഇതിനെപ്പറ്റി നല്ലൊരു റിപ്പോർട്ട് കിട്ടും. യൂട്യൂബിൽ പല ചാനലുകൾ പലരും പറയുന്നുണ്ട്. കുറെയൊക്കെ ബിസിനസ് പ്രൊമോഷനാണ്, കുറെയൊക്കെ ഒറിജിനലാണ്. എന്താ സംഭവം എന്നുള്ളത് നമുക്കും അറിഞ്ഞിരിക്കാമല്ലോ. അപ്പൊ എനിവേ ഇതുവരെയുള്ള നല്ല പണിയാണ് കേട്ടോ. അത് വർക്ക് ശരിക്കും നല്ല വർക്കാണ്. നമുക്ക് ലേബർ കോൺട്രാക്ട് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. കാരണം അവര് 5-6 ആൾക്കാർ ഒരുമിച്ച് വന്നിട്ടാണ് ഇതൊക്കെ പണി ചെയ്യുക. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ സ്വയം ചെയ്തു എന്നുള്ള എൻ്റെ ഒരു അഭിമാനം നമുക്കുണ്ട്. മറ്റുള്ളവരോട് പറയാം, നിങ്ങളോട് എനിക്ക് പറയാം, ഇത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തതാണ്. ആ ഒരു അഭിമാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും സ്ട്രെയിൻ എടുക്കുന്നത്. എനിവേ ഇതിന്റെ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.